BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ട്രാൻസ്ഫോമിംഗ് ട്രാവൽ ത്രൂ എന്റർപ്രണർഷിപ്പ് എന്ന പ്രമേയത്തിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന 4 ദിവസത്തെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് 2024 ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി പങ്കെടുത്തു. ബഹ്റൈനിൽ നിന്നുള്ള എയർലൈനുകളും ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങളും ഉൾപ്പെടെ ടൂറിസം വ്യവസായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 28 പ്രമുഖ എക്സ്പിറ്റർമാർക്കൊപ്പമാണ് ബഹ്റൈൻ പങ്കെടുത്തത്. 155 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരക്കണക്കിന് പ്രദർശകർ ഈ പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയിൽ ബഹ്റൈന്റെ സംസ്കാരവും പൈതൃകവും വെളിവാക്കുന്ന പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ സംബന്ധിക്കുന്ന വിശദമായ വിവരങ്ങളും BTA പ്രദർശിപ്പിച്ചു. UN ആസ്ഥാനത്തെ ബഹ്റൈൻ സ്ഥിരം പ്രതിനിധിയായി അബ്ദുൽ ലത്തീഫിനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പുറപ്പെടുവിച്ചു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരവും പ്രധാനമന്ത്രിയുടെ അംഗീകാരം അനുസരിച്ചുമാണ് ഹമദ് രാജാവ് നിയമനത്തിന് അംഗീകാരം നൽകിയത്. ബഹ്റൈനിൽ മനാമ സൂക്കിലെ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച 2 പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉത്തരവിട്ടു. പ്രതികളെ നൈം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത്. മോഷണം മുതൽ കടയുടമയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തിക പരാധീനത കാരണമാണ് കളവ് നടത്തിയതെന്നും ഇരുവരും മൊഴി നൽകി. കൂടുതൽ തെളിവെടുപ്പിനും നിയമ നടപടികൾക്കുമായി 2 പേരെയും റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. ബഹ്റൈനിലെ പ്രധാന ചാരിറ്റി സംഘടനകളിലൊന്നായ വോയിസ് ഓഫ് ബഹ്റൈൻ 1ാം വാർഷികം KCA ഹാളിൽ വെച്ച് വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, 4 PM ന്യൂസ് എഡിറ്റർ പ്രദീപ് പുറവങ്ങര എന്നിവർ ചടങ്ങിൽ പ്രധാന അതിഥികളായി പങ്കെടുത്തു. വോയിസ് ഓഫ് ബഹ്റൈൻ പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ഷിജിൻ അരുമാടി സ്വാഗതവും ട്രഷറർ ഷർമിൽ നന്ദി പ്രകാശനവും നടത്തി. ഹൃദയസ്തംഭനം മൂലം ചികിത്സയിൽ കഴിയുന്ന ആന്ധ്ര സ്വദേശിനിക്ക് വേണ്ടി വോയിസ് ഓഫ് ബഹ്റൈൻ ടീം വേദിയിൽ വെച്ച സാമ്പത്തിക സഹായം ചാരിറ്റി കോർഡിനേറ്റർ റിയാസിന് കൈമാറി. തുടർന്ന് വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. വിദേശികൾക്ക് ഹജ്ജ് തീർത്ഥാടനത്തിനായി അനുവദിക്കുന്ന വിസ ഉപയോഗിച്ച് ജിദ്ദ, മദീന, മക്ക എന്നീ നഗരങ്ങളിൽ മാത്രമേ യാത്രാനുമതിയുള്ളൂ എന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ഈ നഗരങ്ങൾക്ക് പുറത്തേക്ക് വിസ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. നിയമം ലംഘിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ യാത്രാ നിയന്ത്രണം GCC രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബാധകമല്ല. അതിനു പുറമെ ഹജ്ജ് വിസ ഉപയോഗിച്ച് രാജ്യത്ത് എവിടെയെങ്കിലും ജോലിക്കോ താമസത്തിനോ ശ്രമിക്കുന്നതും കുറ്റകരമാണ്. ഇക്കാര്യത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ സൗദിയിൽ നിന്ന് നാട് കടത്തും. എന്നു മാത്രമല്ല, ഭാവിയിൽ ഹജ്ജ് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തുക ചെയ്യുമെന്നും ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. വർഷാവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന GCC ഏകീകൃത വിസയിൽ 30 ദിവസത്തിലേറെ അംഗരാജ്യങ്ങളിൽ തങ്ങാമെന്ന് സൂചന. അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനോടനുബന്ധിച്ച് UAE സാമ്പത്തിക മന്ത്രി അബ്ദുള്ള ബിൻ തൂഖാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. സൗദി, UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ അംഗരാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിർദ്ദിഷ്ട GCC ഏകീകൃത വിസയ്ക്ക് GCC കൗൺസിൽ പച്ചക്കൊടി കാട്ടിയിരുന്നു. നിലവിൽ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുന്നതിന് പ്രത്യേക വിസ എടുക്കേണ്ടതുണ്ട്. പുതിയ വിസ പ്രാബല്യത്തിൽ വരുന്നതോടെ GCC യാത്ര എളുപ്പമാകുമെന്ന് മാത്രമല്ല, ബിസിനസ് ശൃംഖലകൾ കൂടുതൽ വ്യാപിപ്പിക്കാനാകും. അതോടെ തൊഴിലവസരങ്ങൾ കൂടുമെന്നാണ് വിലയിരുത്തൽ. ബോയിംഗ് സ്റ്റാർലൈൻ വിക്ഷേപണം മാറ്റിവെച്ചു. റോക്കറ്റിലെ ഓക്സിജൻ വാൽവിന്റെ തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിയത്. വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുൻപാണ് തകരാർ കണ്ടെത്തിയത്. യാത്രികരായ സുനിത വില്യംസും ബൂച്ച് വിൽമോറും വിക്ഷേപണത്തിനായി പേടകത്തിൽ പ്രവേശിച്ചിരുന്നു. വിക്ഷേപണം മാറ്റിവെച്ചതോടെ ഇവരെ പേടകത്തിൽ നിന്ന് തിരിച്ചിറക്കി. ബഹ്റൈൻ സമയം രാവിലെ 5:30 ശേഷമാണ് ബോയിംഗ് സ്റ്റാർലൈൻ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. US കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ബോയിംഗ് സ്റ്റാർലൈൻ വിക്ഷേപണത്തിനൊരുങ്ങിയത്. വിക്ഷേപണത്തിന് 2 മണിക്കൂർ മുൻപ് റോക്കറ്റിലെ ഓക്സിജൻ വാൽവിൽ തകരാർ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ പേടകത്തിൽ പ്രവേശിച്ച സഞ്ചാരികളെ തിരിച്ചിറക്കി. പേടകത്തിലെ ഇന്ധനം ഒഴിപ്പിക്കൽ നടപടിയും ഉടൻ ഉണ്ടാകും. അടുത്ത വിക്ഷേപണം എന്നാണെന്ന് പിന്നീട് അറിയിക്കും.
ചില വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ വികസിത രാജ്യമാകാതിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. അഹമ്മദാബാദിലെ നിഷാൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയത്. എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഏകാധിപത്യ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് ആണെന്നും മോദി കുറ്റപ്പെടുത്തി. പ്രജ്വൽ രേവണ്ണയുടേത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രജ്വലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മോദി അറിയിച്ചു. ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കണമെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകി. കെ സുധാകരൻ ഇന്ന് 10 മണിക്ക് ചുമതലയേൽക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് മുൻപുള്ള മടങ്ങിവരവ്. താൻ തന്നെയാണ് എപ്പോഴും KPCC പ്രസിഡന്റെന്നും ഏത് സമയത്തും സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്നും കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡുമായി ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നുള്ളൂവെന്നും കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. KPCC പ്രസിഡന്റ് പ്രസ്ഥാനം ആരും തരേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പ്രസിഡന്റ് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ടെടുക്കാം. ആരെതിർത്താലും തന്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തകർക്കാൻ കഴിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ വരേണ്ട സമയത്ത് താൻ വരുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം മെയ് 18 കോഴിക്കോട് നടക്കും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരായ ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശം ചർച്ചയാകും. സംസ്ഥയിൽ സഖാക്കൾ ഉണ്ടെന്ന സലാമിന്റെ പരാമർശത്തിനെതിരെ ഉമർ ഫൈസി മുഖം രംഗത്തെത്തിയിരുന്നു. നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം സലാമാണെന്നും മുഷാവറയിൽ അംഗങ്ങളായ മതപണ്ഡിതർക്ക് രാഷ്ട്രീയമില്ലെന്നുമായിരുന്നു ഉമർ ഫൈസി മുഖത്തിന്റെ പരാമർശം. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വെസ്റ്റ് നൈൽ പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണം, ഉറവിട നശീകരണവും പ്രധാനമാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച, ഇടുക്കി ജില്ലയിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വലിയ തോതിൽ നിയമനം നടത്താനുള്ള മാനവ വിഭവശേഷി ലഭ്യമല്ലാത്തതിനാലാണ് സ്കൂളുകളിലെ താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്കായി PTA-കളെ ആശ്രയിക്കേണ്ടി വരുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾക്കാണ് സർക്കാരിന്റെ ആദ്യ പരിഗണന. അധ്യയന വർഷം ആരംഭിക്കുന്ന വേളയിൽ നിരവധി സ്കൂളുകളിൽ ഒരേ സമയം താൽക്കാലിക അധ്യാപക ഒഴിവുകൾ വരാറുണ്ട്. അത്രയും ഒഴിവുകൾ ഒരുമിച്ച് നികത്താൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സാധ്യമാകാറില്ല. അധ്യയന വർഷം മുഴുവൻ പഠിപ്പിക്കാൻ അധ്യാപകരെ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണന. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് PTA പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുന്നത്. പുതിയ തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതിന് സ്വാഭാവിക കാലതാമസമുണ്ടാകും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സർക്കാർ എയ്ഡഡ് മേഖലകളിലായി 30,273 നിയമനങ്ങളാണ് നടത്തിയത്. ഇത് സമീപകാലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ടിപ്പർ ലോറികൾ വരുത്തുന്ന അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് അടിയന്തരമായി വിശദീകരണം തേടി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ടിപ്പർ ലോറികളുടെ അമിത വേഗവും മരണപ്പാച്ചിലും അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് മന്ത്രി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. മെയ് 2 ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കും. അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ ഗൗരവപൂർവ്വമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് കണ്ടാണ് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടിയത്. മാത്രമല്ല, വേഗപ്പൂട്ട് അഴിച്ചു മാറ്റി അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ അലംഭാവം കാട്ടിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചൊവ്വാഴ്ച കഴക്കൂട്ടത്ത് ടിപ്പറിടിച്ച് സ്ത്രീ മരിച്ച സംഭവത്തിൽ അടിയന്തര പരിശോധന നടത്താനും ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.